ഹലോ, വെൽക്കം ടു ഫായ്സ് വേൾഡ്. ഇന്ന് നമ്മൾ റെസ്റ്റോറൻറ്റുകളിലും കല്യാണ ഫംഗ്ഷനിലൊക്കെ കാണുന്ന ഒരു അടിപൊളി ഫിഷ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് വേളാപ്പാര മീനാണ്. ഏത് മീനിലും ഇതുപോലെ ചെയ്യാം. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനായിട്ട് ആദ്യം നമുക്കൊരു ചട്ടി അടുപ്പിൽ വെക്കാം. അതുപോലെ ഒരു പുളിവെള്ളം ആദ്യം നമുക്ക് മാറ്റി വെക്കാനുള്ളത്. ഒരു കഷ്ണം പുളിയിട്ട് കുറച്ച് വെള്ളം, ഈ വെള്ളം മാത്രമേ നമ്മൾ ഇതിൽ ഒഴിക്കുന്നുള്ളൂ. ആദ്യം ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് ആദ്യം ഉലുവ ഇടുക, പിന്നെ കടുക് ഇടുക. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അതിലേക്ക് ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. അത് ഓരോ വീട്ടിലെയും എരിക്കനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ. പച്ചമുളകിൻ്റെയും പച്ചമണം മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ മസാലപ്പൊടികളാണ് ഇടാൻ പോകുന്നത്. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. അതും ഓരോ വീട്ടിലെയും എരിക്കനുസരിച്ച് നമുക്ക് ചേർക്കാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ മീൻകറിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ പുറത്ത് വെച്ചാലും ചീത്തയാകത്തില്ല. 2-3 ദിവസം വരെ നമുക്കത് വെളിയിൽ തന്നെ ഇരുന്നാലും ഒരു കുഴപ്പവും വരത്തില്ല. ഒരേ ടേസ്റ്റിൽ ഒന്നും ഒരു കുറവും വരത്തില്ല. നല്ല ടേസ്റ്റാണ്. പുറത്തിരുന്നാലും അതേ ടേസ്റ്റാണ്, അന്ന് വെച്ച അതേ ടേസ്റ്റാണ്. ഇനി നമുക്ക് പുളിവെള്ളം ഒഴിക്കാം. ഈ പുളിവെള്ളം നമ്മൾ ആ പുളി ഇട്ട് വെച്ച വെള്ളം മാത്രമേ നമ്മൾ ഇതിൽ ഒഴിക്കുന്നുള്ളൂ. വേറെ അഡീഷണൽ വെള്ളം ഒന്നും ഇതിന് വേണ്ട. ഇനി നമുക്ക് മീൻകറി തിളയ്ക്കാൻ വെക്കാം. മീൻകറിയിൽ ഇപ്പോൾ തിള വന്നിട്ടുണ്ട്. മീൻകറിയിൽ തിള വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ കഴുകി വെച്ചേക്കുന്ന ഫിഷ് ഇതിലേക്ക് ഇടാം. അതിന് മുമ്പായിട്ടൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ ഷുഗറാണ് ചേർക്കുന്നത്. ഇത് ആർക്കും അറിയത്തില്ല, പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ആ പുളിയും ഉപ്പും ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനൊന്ന് ചേർത്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ്. മധുരം ഒന്നും മുമ്പിൽ നിൽക്കത്തില്ല, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് നല്ലപോലെ തിളയ്ക്കാം. മീനിൻ്റെ പീസൊക്കെ നല്ലപോലെ വെന്ത് വരട്ടെ. തിള വന്ന് ഒന്ന് അടച്ച് വെക്കാം നമുക്ക്. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. മീനൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് വിതറിയതിന് ശേഷം പിന്നെ നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കണം. ഇനി നമുക്ക് ഗ്യാസ് സ്റ്റൗ ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. ബാച്ചിലേഴ്സിനൊക്കെ വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ്. നമുക്കിനി ചോറിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. വെറുതെ പറയുന്നതല്ല, എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് കമൻറ്റ് എനിക്കിടണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ് ഈ മീൻകറിക്ക്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.